ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മുടെ VA എക്സാമിന് വേണ്ടിയിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന പോർഷൻ പലർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. നമുക്ക് ഇത് മൂന്നിനും 10 മാർക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഔട്ട് ഓഫ് 30 ഒരു 25 to 27 റേഞ്ചിലെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് അത്യാവശ്യം സ്കോർ ചെയ്ത് നല്ലൊരു സ്കോറിങ്ങിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പലർക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇതിൽ എങ്ങനെ കൂടുതൽ ഇതായിട്ട് പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ആദ്യമേ നിങ്ങൾ ഇംഗ്ലീഷും മലയാളമൊക്കെ നോക്കുകയാണെങ്കിൽ അത് വൊക്കാബുലറി പ്ലസ് ഗ്രാമർ എന്നുള്ള പോർഷൻസ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് നമുക്ക് സിലബസിൽ 5 ഈച്ച് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ കേസിൽ മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ആകെ ഇതിൽ 1-2 ഗ്രാമർ പോർഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്. ലൈക്ക് സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻറ്റ്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ് ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പോലത്തത്. ഓക്കെ, ബാക്കിയൊക്കെ ചോദിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ കൂടുതൽ ചോദ്യപേപ്പറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഏരിയാസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് നോക്കണം. ആദ്യമേ നിങ്ങൾ ഈ ഒരു ടൈമിൽ സെറ്റ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ഏരിയാസിൻ്റെ കാര്യങ്ങളാണ്. ഇത് 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ആണെങ്കിൽ നിങ്ങൾ ഓരോ ഏരിയാസ് കറക്റ്റായിട്ട് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് സെറ്റ് ആകും. ഓക്കെ, അതങ്ങനെയാണ്. ഇതിൽ പ്രപ്പോസിഷൻ പോലത്തെ സംഭവം ചോദിക്കില്ല എന്നല്ല, പ്രപ്പോസിഷനൊക്കെ ചോദിക്കാം. അതിൽ കൂടുതലും ചോദിച്ചു കണ്ടേക്കണം നിങ്ങൾ കാണാറുണ്ടല്ലോ, ഇന്ന്, അറ്റ്, ഓണ് പോലത്തത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഓരോ ഏരിയാസിൽ നിന്ന് ഏതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിച്ച് നോക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്ത് ഇത്രയും ആദ്യം ഒരു ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഈ ഏരിയാസിൽ നിന്ന് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അത് നോക്കിയതിന് ശേഷം ബാക്കി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആകെ മൊത്തം മെസ്സായിട്ട് തോന്നില്ലേ, കാരണം അപ്പുറത്ത് കുറേ വേറെ സംഭവങ്ങളും കിടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയൊക്കെ ഡിഗ്രിക്കാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള കമ്പാരിസൺ ലൈക്ക് ദാൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരും അവിടെ, അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വൊക്കാബുലറി പോർഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ അവർ ഓരോന്ന് വെച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് വൊക്കാബുലറി പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇന്നത് വരും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ 21 മുതൽ 25 വരെയുള്ള ഇതുവരെ നടന്ന LDC ലെവലിലുള്ള പേപ്പേഴ്സ് ഒന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. LDC, VFA ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, കാരണം സിലബസ് സെയിം ആണല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അത്രയും ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് പേപ്പർ കിട്ടുകയാണ്. ഒരു 20 എബവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ചോദ്യങ്ങൾ കാണും. ആ ചോദ്യങ്ങൾ കാണുമ്പോൾ എന്തായാലും സർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാത്തതിൽ നിന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന PYQs നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളതിൻ്റെ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കാരണം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ, അതായത് 21 to 25 വരെയുള്ള ഈ പറയുന്ന VFAക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് LDCയുടെ ഒക്കെ പല ടൈപ്പ് ഓഫ് LDC, അതായത് പല ടൈപ്പ് ഓഫ് LDC ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ജനറൽ ആയിട്ടുള്ള LDC നടന്നിട്ടുണ്ട്. അതുപോലെ എക്സ് സർവീസ്മെന്റിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളതുണ്ട്. അതുപോലെ ഓഫീസ് അറ്റൻഡന്റ് പോലത്തേക്ക് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പേഴ്സ് നമുക്ക് LDC സിലബസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത്തരത്തിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മലയാളമുണ്ട്. മലയാളത്തിൻ്റെ കേസിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്കത് വളരെയധികം അത്യാവശ്യം ഒരു അറിവ് ഇതിൽ കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ആക്ച്വലി വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ വൊക്കാബ് പോർഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പല ചോദ്യപേപ്പറിലും കണ്ടത് ഒരു ഏരിയാസിൻ്റെ പിക്ക് ഔട്ട് ചെയ്ത് ചെയ്തതാണ്. ആൻറ്റണിംസ് അങ്ങനെയുള്ള സംഭവമൊക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കൂടാതെ എക്സ്ട്രാ നമ്മളുടെ LDC ലെവലിലുള്ള ടൈപ്പും ഞാൻ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇതുപോലെ നോട്ട്സ്, അതായത് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ മതി. നിങ്ങൾക്ക് അതിലൂടെ ആക്സസ് ചെയ്യാം. ഇത് ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല മലയാളത്തിൻ്റെയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഏറ്റവും വേണ്ടത് മാത്രം എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റും. ഇതാണ് മലയാളത്തിൻ്റെ പ്രിപ്പയർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ അത് വേറൊരു എക്സാം കണക്കാക്കി ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് മറ്റേത് ക്വസ്റ്റ്യൻ പേപ്പർ സ്പെസിഫിക് ആയിട്ടും കുറച്ച് വളരെയധികം ഇമ്പോർട്ടൻറ്റ് മാത്രമായിട്ട് അത് ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് നോക്കുന്നതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും PYQs വെച്ചിട്ട് പഠിക്കുന്നത് നല്ലതാണ്. കാരണം മാത്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം ഏതൊക്കെ ടൈപ്പ് ബാക്കിയുള്ള പോർഷൻസിൽ നിന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യ പേപ്പർ തന്നെ കാണണം. കാരണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എന്ത് ചോദിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ്, മലയാളം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് പഠിച്ചും വേണ്ട ഗ്രാമർ പോർഷൻസ് മാത്രം ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ ഇതിൽ സ്പെസിഫിക് ആയിട്ട് അതെടുത്ത് ജസ്റ്റ് ബേസിക് ഐഡിയാസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഓരോ
ഇതിനെപ്പറ്റി. ഇപ്പോൾ ടെൻസസ് എന്താണ്, പല ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്, ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ടെൻസസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് ഓരോ സെറ്റ് ഓഫ് റൂൾസ്, നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താലാണെങ്കിലും പഠിക്കാൻ പറ്റും കേട്ടോ. ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ അത്യാവശ്യം ഗ്രാമർ പോർഷൻസ് ഒരു ബേസിക് ഐഡിയ കിട്ടാനാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ച് സെറ്റ് ആവാൻ വേണ്ടി. കാരണം ബാക്കി അപ്പുറത്ത് വേറെ പോർഷൻസും ഉണ്ട്, അത് നമുക്ക് കവർ ചെയ്തല്ലേ പറ്റുള്ളൂ. കറണ്ട് അഫയേഴ്സിന് 20 മാർക്സ് ആണ്, അതിനും നമുക്ക് അത്യാവശ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ മാത്സ് ആണ്. മാത്സ് നിങ്ങൾ നല്ലവണ്ണം പരിശീലിക്കുക തന്നെ വേണം. മാത്സും ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകുക. അതിന് ഏറ്റവും നല്ലത് PYQ തന്നെയാണ്. കാരണം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കാണുന്നുണ്ട് കേട്ടോ PYQൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ അറിയാമെന്ന് വിശ്വസിക്കും, പക്ഷേ നമുക്ക് ഈ ചോദ്യം വരുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാത്സിൽ ഏറ്റവും ചോദിച്ച് കണ്ടിട്ടുള്ളതും കുറച്ച് ട്വിസ്റ്റഡ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ ടൈം ആൻഡ് വർക്ക്, ഓക്കെ, ആവറേജ്, ഇതൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യുക, നല്ലവണ്ണം സെറ്റ് ആക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം നിങ്ങളിപ്പോൾ ഈ എക്സാമിനോട് എടുക്കുമ്പോൾ ഈ പറയുന്ന ആദ്യ ദിവസങ്ങളിൽ കൂടുതലും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് നോക്കുക. അതിൻ്റെ ഓരോന്നും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ PYQ വെച്ചിട്ടും കൂടി എന്ത് ചെയ്യുക, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ലഘുഗണിതം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇവിടെ നമ്മുടെ റീസണിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ആൻഡ് കലണ്ടർ പോലത്തെ സംഭവങ്ങൾ, അതുപോലെ ടൈം ആൻഡ് ആംഗിൾസ്, ഓക്കെ, പിന്നെ നമ്മളുടെ സീരീസ് ഒക്കെ അത്യാവശ്യം ചിലപ്പോൾ ഒന്ന് ഇതാക്കാം, റാങ്കിങ്, ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ മൊത്തം നമ്മൾ മാത്സിൻ്റെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് 12, ഇത് 13, മൊത്തം ഒരു 25 പോർഷൻസ് ആണ് കാണുന്നത്. ഇതിൽ 25-ൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഫാമിലി റിലേഷൻസ് ഒക്കെ നല്ലവണ്ണം അറിയാവുന്നതായിരിക്കും അല്ലെ. സെൻസ് ഓഫ് ഡയറക്ഷനും അതുപോലെ ഫാമിലി റിലേഷൻസും പിന്നെ ക്ലറിക്കൽ എബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളും അതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ് അത്യാവശ്യം ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസിനെ ആദ്യം സെറ്റാക്കാൻ നോക്കുക. അതിന് ഡെയിലി PYQ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാത്രമേ നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നല്ലവണ്ണം PYQs തന്നെ സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഓരോ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഓരോ പോർഷൻ എടുത്തിട്ട് അത് കൃത്യമായി പഠിച്ചതിന് ശേഷം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഞാൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് തന്നാൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പോൾ ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സെറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു 70 above ഒക്കെ സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള നമ്മുടെ മെയിൻ പോർഷൻസിനും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സെറ്റ് ഹോട്ട് ടോപ്പിക്സ് നമുക്ക് വേണ്ട ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് ഏരിയാസിൻ്റെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ലെവൽ 1 ചാനൽ മെമ്പേഴ്സിന്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലെവൽ 1 മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് ആ ഹോട്ട് ടോപ്പിക്സ്. ഈ ഹോട്ട് ടോപ്പിക്സ് അത്യാവശ്യം നിങ്ങൾ ഓരോ ഏരിയയുടെയും എന്ത് ചെയ്യുക, അത്യാവശ്യം കവർ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതിൻ്റെയും കൂടെ നോക്കാനുണ്ട് മേജർ ഏരിയാസിൻ്റെ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ചാനൽ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പാകത്തിന് ലെവൽ 1-ലുള്ളവർക്ക് ഇതാക്കാൻ പാകത്തിന് ഞാൻ ഇടുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് വേഗം വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ കുട്ടി പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സും അതിലൂടെ തന്നെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ VFAക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ലെവൽ 1 ചാനൽ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പാകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിലും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സാമിന് SCERT എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. 5 to 10 നമ്മുടെ കംപ്ലീറ്റ് സോഷ്യലും സയൻസും അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന് അറിയാലോ. പുതിയ ടെക്സ്റ്റിൽ നിന്നൊക്കെ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ SCERT ക്ലാസ്സുകളും കംപ്ലീറ്റ് SCERT ക്ലാസ്സുകളാണ്. അത് വിത്ത് ഡീറ്റെയിൽഡ് ഫാക്ട്സ്, എക്സ്ട്രാ ഫാക്ട്സോട് കൂടിയ ക്ലാസ്സുകളാണ്. ഇത് പഠിക്കാതെ നമ്മൾ ഒരു എക്സാമിന് പോയിട്ടും കാര്യമില്ല. നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് സെറ്റായിരിക്കണം. അപ്പോൾ ഇത് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ഞാൻ പിന്നീട് എന്താണ് സബ്ജക്റ്റ് വൈസ് പ്ലേലിസ്റ്റ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് അവർക്ക് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ SCERT കംപ്ലീറ്റ് സെറ്റ് ആവുന്നതോടൊപ്പം നമ്മുടെ ഡെയിലി ടെസ്റ്റാണ്. ഡെയിലി ടെസ്റ്റിൽ ഒരു 30 to 40 ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരിക്കും നമ്മുടെ സബ്ജക്ട്സിൻ്റെ കോർ ഏരിയാസ് വെച്ചിട്ടുള്ള. അങ്ങനെ ഒരു 30 തൊട്ട് 40 ക്വസ്റ്റൻസ് നമ്മൾ എക്സാം വരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓരോ ഏരിയയിൽ നിന്ന് എന്തൊക്കെ വരാമെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും നമുക്ക് നെഗറ്റീവ് മാർക്സ് മാക്സിമം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ ഡെയിലി ടെസ്റ്റിൽ ബേസിക്കലി ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ PYQൽ നിന്നുള്ളതുണ്ടാവും. ഞാൻ ഫ്രെയിം ചെയ്തെടുക്കുന്ന ക്വസ്റ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരിക്കും, ഫാക്ച്വൽ ആയിട്ടുള്ളതുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇത് കൺസേൺ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഓരോ ഡെയിലി ടെസ്റ്റിലും ഏതൊക്കെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാർക്സ് നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചത് ക്വസ്റ്റൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തതിലൂടെയാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒബ്വിയസ്ലി കറണ്ട് അഫയേഴ്സ് ആണെന്നറിയാലോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെയും ക്യാപ്സ്യൂൾ നോട്ട് ഞാൻ കൊടുക്കുന്നതാണ്. കംപ്ലീറ്റ് എന്നുള്ള രീതിയിലല്ല, പകരം നമ്മൾ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മാസത്തെയും പ്രധാനപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ളതായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ VFA കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക്
ഇപ്പോൾ ഇതിലാണെങ്കിലും എന്താണ് നമുക്ക് ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ കൂടി ഏറ്റവും വേണ്ടത് എന്നുള്ള രീതിയിൽ പിക്ക് ഔട്ട് ചെയ്ത് അത്യാവശ്യം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനുള്ള ടൈം ഒന്നും നമുക്ക് എലാബറേറ്റ് ചെയ്ത് ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് VFIയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സിലബസിലെ പോർഷൻസ് ഒക്കെ എടുത്ത് തീരണമെങ്കിൽ നല്ലവണ്ണം സമയം പഠിക്കും. അപ്പോൾ അതിനേക്കാളും ഞാൻ ഇങ്ങനത്തെ ഒരു അപ്രോച്ചിലാണ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് CRTയും കിട്ടണം, നിങ്ങൾ സിലബസിലെ മേജർ പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ ബാക്കിയൊക്കെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ VFI ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ ലെവൽ 1 ചാനൽ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ചാനലിൻ്റെ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.